എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങാ ചട്നിയുടെയും തക്കാളി ചട്നിയുടെയും റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. തേങ്ങാ ചട്നിക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ചിരകിയ നാളികേരം, പൊട്ടുകടല, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുക. ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിച്ചെടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കുക. അത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തേങ്ങ അരയ്ക്കുമ്പോൾ പൊട്ടുകടല ചേർത്ത കാരണമാണ് താളിപ്പ് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പൊട്ടുകടല ചേർക്കുന്നില്ലെങ്കിൽ താളിപ്പിലേക്ക് നിങ്ങൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാവും. ഇനി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി കാണാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ പരിവാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു പരിവായി വരുമ്പോഴത്തേനും അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കറിവേപ്പിലയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറി വന്നതും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് കൊത്തമല്ലി ഇലയും ചേർത്തിട്ട് ചൂടാറിയതിനു ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ ചട്നി തിക്കായിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് താളിപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തക്കാളി ചട്നി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ചെയ്തത്. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പ്, വെളുത്തുള്ളി, പുതിനയില ഇതെല്ലാം ചേർത്തിട്ടും ചെയ്യാം. അതിൻ്റെ സ്വാദും ഒന്ന് വേറെ തന്നെയായിരിക്കും. എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.